ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ 5 ദിനം കൊണ്ട് 200 കോടി ക്ലബിലേക്ക് എത്താൻ പോകുന്നു. കേരള കളക്ഷൻ 5-ാം ദിനത്തിൽ 50 കോടി കടക്കുന്നു. ഇത് സർവകാല റെക്കോർഡാണ്. ഒരു മലയാള സിനിമ സ്വപ്നം കാണാത്ത റെക്കോർഡ്, സ്വപ്നം കാണണമെന്ന് പോലും സ്വപ്നം കാണാത്ത റെക്കോർഡ് എന്ന് തന്നെ പറയാം. ഇവിടെ പലപ്പോഴായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു മലയാള സിനിമ 100 കോടി അടിക്കുക എന്നുള്ള കാര്യം. അതിനപ്പുറത്തേക്കുള്ള വലിയ ചിന്തകൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. KGF പോലെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടയൽ സംസ്ഥാനങ്ങളിലുള്ള സിനിമകൾ 1000 കോടി നേടുമ്പോൾ ഇതൊരു മലയാള സിനിമയല്ലേ, മാക്സിമം പൊട്ടൻഷ്യൽ 100 അല്ലേ എങ്കിൽ 200 എന്ന് പറഞ്ഞ മലയാളിക്ക് ഇന്ന് ഉത്തരം നൽകുകയാണ് 200-ഉം 300-ഉം അല്ല 500 വരെയുള്ള പൊട്ടൻഷ്യൽ ഇന്നുണ്ട് എന്നുള്ളത്. അതിന് ഒരു നായകൻ വേണം. ആ നായകൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. അത് തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ 5-ാം ദിവസം പെരുന്നാൾ ദിനത്തിൽ അതിഗംഭീരമായ ബുക്കിംഗ് തന്നെ കാണാൻ കഴിയുന്നു. ആദ്യ 5 ദിനങ്ങളിൽ നിന്ന് മാത്രമായി കേരളത്തിൽ നിന്ന് 50 കോടിക്ക് മുകളിലേക്ക് എത്തും. ഇതിനോടകം തന്നെ സിനിമ 4 ദിവസം കൊണ്ട് 45 കോടി കടന്നിരിക്കുന്നു. ഇന്നത്തെ കളക്ഷൻ 8 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ് ഇന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 8 തൊട്ട് 10 കോടി വരെ വരാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 55 കോടിക്ക് മുകളിലേക്ക് സിനിമ പോകുമെന്നുള്ളത് ഉറപ്പിക്കാം. ഏകദേശം 25 ലക്ഷം ജനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമായി ഈ സിനിമ കണ്ടു. മണിക്കൂറിൽ റെക്കോർഡ് വേഗത്തിൽ 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഈ ഒരു സിനിമയ്ക്ക് വിറ്റുപോകുന്നത്. പുഷ്പ 2 എന്ന സിനിമയെപ്പോലും വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഒരു പോക്ക് എന്ന് തന്നെ പറയാം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ ഭാഷയിൽ നിന്ന് ഈ സിനിമ 4 ദിനം കൊണ്ട് കളക്ട് ചെയ്ത കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കന്നഡയിൽ നിന്ന് 39 ലക്ഷം രൂപയാണ് സിനിമ ആകെ നേടിയത്. മലയാളം പതിപ്പല്ലാത്ത വേർഷൻ്റെ കാര്യമാണ്, കന്നഡ പതിപ്പാണ് നമ്മൾ പറയുന്നത്. തമിഴിൽ നിന്ന് തമിഴ് വെർഷൻ നേടിയത് 2,57 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട്. ഹിന്ദിയിൽ നിന്ന് 2 കോടിയോളമാണ് സിനിമ നേടിയത്. അതായത് ഇന്നലെ മാത്രം 18 ലക്ഷം രൂപയോളം സിനിമ ഹിന്ദിയിൽ നിന്ന് നേടി. തെലുങ്കിൽ റെക്കോർഡ് തന്നെ കുതിക്കുന്നു, 2,74 ലക്ഷം രൂപ നേടി. ഇങ്ങനെ ഒരു മലയാള സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ റീച്ച് നേടുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയാം. ഇതിനു മുമ്പ് പേരിൽ പറയാൻ പോലും ഒരു പാൻ ഇന്ത്യൻ സിനിമ നമുക്ക് ഉണ്ടായില്ല എന്നുള്ള, പലതും പാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ലാതെ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. എന്താണേലും ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ ആർമാദിക്കുകയാണ് മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് തന്നെ പറയാം. എല്ലാ സ്ഥലങ്ങളിലും വിവാദങ്ങൾ ആളിക്കത്തുമ്പോൾ ഈ സിനിമയ്ക്ക് ജനങ്ങൾ ഇരച്ചു കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ തന്നെ കഴിയുന്നു. ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. എന്താണേലും നമ്മുടെ